തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കോടതിയിലേക്ക്. മുഴുവൻ പരാതികളും പരിഹരിച്ചതിന് ശേഷമേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാവൂ എന്നാണ് ആവശ്യം. 7-ാം തീയതി പട്ടിക പ്രസിദ്ധീകരിക്കാനായിരുന്നു തീരുമാനം. വോട്ടർ പട്ടിക ചോർത്തി നൽകിയെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് നീക്കമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞു. തുടക്കം മുതൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. വോട്ടർ പട്ടിക 23 പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞു. നേരത്തെ ചോർത്തി കൊടുത്തു CPM-ന്. ഞങ്ങൾക്കെല്ലാം 15 ദിവസമായിരിക്കുന്നതും. ഈ ലഭിച്ച വോട്ടർ പട്ടികക്കകത്ത് വോട്ടുകൾ പല സ്ഥലത്തും അപ്രത്യക്ഷമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലായിടത്തും മോഷണം നടക്കും പോലെ CPM വോട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ എല്ലാത്തിനും കോടതി പ്രതികളാണ്. ഇപ്പൊ തന്നെ കോടതി സമീപിച്ച് പല കാര്യത്തിലും സ്റ്റേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക 7-ാം തീയതി പ്രസിദ്ധീകരിക്കരുതെന്നും മുഴുവൻ പരാതിയും പരിഹരിച്ചതിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ കൂടി ഹൈക്കോടതിയിൽ ഇന്നലെ മൂവ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി AK അഭിലാഷ് നമുക്കൊപ്പം. AK അഭിലാഷ്, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അത് കോടതിയിൽ ചോദ്യം ചെയ്യാനായി നീങ്ങുകയാണോ UDF? തീർച്ചയായിട്ടും പ്രകൃതിദത്ത അതിരുകൾ അട്ടിമറിച്ചുകൊണ്ട് തന്നെ പെട്ടിക്കടയും അതോടൊപ്പം തന്നെ ബാർബർ ഷോപ്പുകളാണ് ഇപ്പോൾ അതിരുകളാക്കി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല വോട്ടർമാർക്കും ഇപ്പോൾ വോട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ UDF-ലെ കൗൺസിലർമാരായ 2 പേർക്ക് വോട്ടില്ല, പ്രതിപക്ഷ നേതാവിനടക്കം വോട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിഹാരമുണ്ടാവണം. ആ പരിഹാരമുണ്ടാവുന്നവരെ 7-ാം തീയതി ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വോട്ട് മോഷണം നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിൽ. AKG സെന്ററിലെ സെക്രട്ടറിയെക്കാളും അധപ്പതിക്കുന്ന ഒരു നിലയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ UDF-ലെ ഭാഗത്തുണ്ടാവുന്നത്. ഏതായാലും നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ഈ പരാതികളിൽ മുഴുവൻ പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഈ വോട്ടർ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. നേരത്തെ കരണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ അത് ചോർത്തി CPM കേന്ദ്രങ്ങൾക്ക് നൽകിയെന്നുള്ള ആരോപണങ്ങൾ കൂടി UDF-ന്റെ ഭാഗത്ത് ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുജയ. മുഴുവൻ പരാതികളും പരിഹരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്നത്.